ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദൈവത്തെ സേവിക്കുന്നത് പണ്ടുകാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൊഴിലായിരുന്നു. തൊഴിലിനപ്പുറം സ്വയം ദൈവത്തിൽ അർപ്പിച്ച് സേവ ചെയ്യുന്നവരായിരുന്നു ക്ഷേത്ര പൂജാരികൾ. കാലങ്ങൾക്കിപ്പുറം അതിജീവന സമരത്തിലാണ് ഈ ശാന്തിക്കാർ. മലബാറിലെ ക്ഷേത്ര പൂജാരികളുടെ ധർണാ സമരത്തിന്റെ നേർക്കാഴ്ചകൾക്ക് മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. സ്പോർട്സ് ഫെഡറേഷനെ നിയന്ത്രിക്കേണ്ടത് ആ രംഗത്തു തന്നെയുള്ള പ്രമുഖർ ആയിരിക്കണമെന്ന് MK രാഘവൻ MP. സ്പോർട്സ് മെഡിസിനിൽ സെമിനാർ കോഴിക്കോട്ട്. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ തെളിവാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കടലുണ്ടി റെയിൽവേ പാലം സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ. കറുകുറ്റി പശ്ചാത്തലത്തിൽ കടലുണ്ടിയിലും പരിശോധന നടന്നില്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ തെളിവാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. 100 ദിവസം പിന്നിടുന്ന ഇടതുപക്ഷ ഭരണത്തിലെ ദയനീയ പരാജയം മറച്ചുവെക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും കുമ്മനം കോഴിക്കോട് പറഞ്ഞു. പക്ഷെ നിരന്തരമായി BJPയുടെ നേരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അക്രമം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതും കഴിഞ്ഞ 100 ദിവസത്തിനകം മാത്രം ഈ അക്രമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ ഇത്ര കണ്ട് ശക്തമായതിന്റെ കാരണം എന്താണ്? കാരണം വളരെ വ്യക്തമാണ്. സർക്കാരും CPM-ഉം രണ്ടല്ല. ഏതൊരു സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം. നിയമസമാധാന പാലനത്തിൽ വ്യക്തമായിട്ടുള്ള നിയന്ത്രണവും അതിൽ നിഷ്പക്ഷതയും ഉണ്ടാകണം. പക്ഷെ CPM ഉന്മൂലന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. പ്രതിയോഗികളെ കൊന്നൊടുക്കുക, വകവരുത്തുക, ഇല്ലായ്മ ചെയ്യുക. CPM എന്തിനാണ് ഒരു സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവരോട് ഈ വിരോധവും അസഹിഷ്ണുതയും കാട്ടുന്നത്? ആശയമില്ലാത്തതുകൊണ്ടാണ്. പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിലാണ് CPM. തങ്ങളുടെ അണികൾക്ക് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസുകളൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ആയുധ പരിശീലനത്തിലാണ് ശ്രദ്ധ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കാണാനില്ല. ബോംബും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന CPM പ്രവർത്തകരെയാണ് കാണുന്നത്. ഈ അധിനിവേശത്തിനെതിരെ സ്വാതന്ത്ര്യദാഹികളായ ജനാധിപത്യ പ്രേമികളായ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ട മുഖങ്ങളിലാണ്. ഇവിടുത്തെ ഭൂരഹിതന്റെ പ്രശ്നം, ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നം, വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിക്കൊഴിയുന്ന ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നം, ഇതൊന്നും ഇവിടുത്തെ CPM സർക്കാരിന് നോക്കാൻ സമയമില്ല. 100 ദിവസം കൊണ്ട് ഒന്നും നേടാൻ കഴിയാത്തതിൽ ജാള്യതയുള്ള CPM നേതൃത്വം ഇപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ കേരളത്തെ ഒരു വലിയ സംഘർഷ ഭൂമിയാക്കി മാറ്റിയെടുക്കാൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം ശക്തമാക്കി അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ. ക്ഷേത്ര ജീവനക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ സമരം നടത്തിയത്. മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനു മുന്നിൽ നടന്ന ധർണാ സമരം അക്കിരമൺ കാളിദാസൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ഈ ശാന്തിക്കാർ. മലബാറിലെ ക്ഷേത്രങ്ങളിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഇവരിന്ന് അതിജീവനത്തിനായി സമരമുഖത്താണ്. തൊഴിലിൽ നേരിടുന്ന ചൂഷണങ്ങളിൽ നിന്നും നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി അഖില കേരള ശാന്തിക്ഷേമ യൂണിയന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന ധർണ അക്കിരമൺ കാളിദാസൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാരൻ നമ്പൂതിരി, സെക്രട്ടറി AS കൃഷ്ണൻ നമ്പൂതിരി, ട്രഷറർ നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്തു. പ്രൈവറ്റ് ക്ഷേത്ര ജീവനക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, ഏകീകൃത ശമ്പള സ്കെയിൽ നടപ്പിലാക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് ശാന്തിക്കാർ ഉന്നയിച്ചത്. ക്ഷേത്ര ജീവനക്കാർക്ക് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകൾക്കെതിരെ സമരം ശക്തമാക്കുമെന്നും ഇവർ പറയുന്നു. നമ്മുടെ പ്രധാന ഉദ്ദേശങ്ങൾ മലബാർ ദേവസ്വം ബോർഡ് പരിധിയിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ഇന്നും 2-3 വർഷങ്ങളായിട്ട് കുടിശ്ശികയായിട്ടുള്ള ശമ്പളം കൊടുക്കാനുണ്ട്.
അതുപോലെ തന്നെ ജീവനക്കാരുടെ വേതന വ്യവസ്ഥകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. അതുപോലെ ഗ്രേഡ് തിരിച്ചുള്ള വേർതിരിവാണുള്ളത് മലബാറിൽ. അതൊക്കെ നമുക്ക് മാറ്റം വരുത്തണം. കൂടാതെ തന്നെ നമ്മളെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഏകീകൃത ശമ്പള സ്കെയിൽ വരണം. തിരുവാങ്കൂർ കൊച്ചിക്ക് സമാനമായ ഏകീകൃത ദേവസ്വം ബോർഡ് ഇവിടെ നിലവിൽ വരണം. ആനുകൂല്യങ്ങൾക്കും തൊഴിൽ സംരക്ഷണത്തിനും ഏറെ നാളായി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയമാണ് അധികാരികൾ തുടരുന്നത്. ജീവനക്കാരുടെ ജോലി സ്ഥിരപ്പെടുത്തുക, ഓണം മറ്റു ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ശമ്പളത്തോട് അവധി നൽകുക, സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, 3 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തു പിരിഞ്ഞു പോകുന്നവർക്ക് നിയമപ്രകാരമുള്ള ആനുകൂല്യവും മെഡിക്കൽ സംരക്ഷണവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ നടപ്പിലാക്കണമെന്നും നിയമം കൊണ്ടുവന്ന് ജീവനക്കാരെ സംരക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവകാശ സംരക്ഷണത്തിനായി സമരം ശക്തമാക്കാനാണ് സംഘടനാ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്പോർട്സ് ഫെഡറേഷൻ നിയന്ത്രിക്കേണ്ടത് ആ രംഗത്തെ പ്രമുഖരായിരിക്കണമെന്ന് MK രാഘവൻ MP. സായുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് മെഡിസിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് മെഡിസിൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സെമിനാർ നടന്നു. MP MK രാഘവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള സ്പോർട്സ് ഫെഡറേഷനുകൾ നിയന്ത്രിക്കേണ്ടത് ആ രംഗത്തെയും പ്രമുഖരായിരിക്കണമെന്നും ഇന്ത്യയിലെ സ്പോർട്സ് മേഖലയിൽ ഒരു അഴിച്ചുപണി നടത്തിയാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും MK രാഘവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ ഫെഡറേഷനും കൈയടക്കുന്നത് ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും രാഷ്ട്രീയ ബന്ധമുള്ളതായതുകൊണ്ട് ഓരോ ഒളിമ്പിക്സിലും ഉണ്ടാകുന്ന പരാജയം ഇതിനൊരു കാരണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നമുക്ക് എന്റെ നോക്കെടുത്തത്. അതിനർത്ഥം ഇവിടുത്തെ മിക്ക ഫെഡറേഷനും നിയന്ത്രിക്കേണ്ടത് സ്പോർട്സ് രംഗത്തെ എക്സ്പേർട്ടുകൾ തന്നെയാകണം എന്നാണ് എന്റെ ഉദ്ദേശം. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി ചടങ്ങിൽ അധ്യക്ഷനായി. ന്യൂഡൽഹി ISFM പ്രസിഡന്റ് ഡോക്ടർ PSM ചന്ദ്രൻ, തിരുവനന്തപുരം സായ് LNCPE മെഡിസിൻ ഓഫീസർ ഡോക്ടർ ജോയ് മാത്യു എന്നിവർ പ്രത്യേക ക്ലാസുകളെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെത്തിയ കുട്ടികൾ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം കുട്ടികൾ, കായിക അധ്യാപകർ തുടങ്ങി നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ റോയ് ജോൺ, സായ് വോളിബോൾ കോച്ച് AK പ്രേമൻ, കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി PP അനിത, TA അഗസ്റ്റിൻ എന്നിവരും സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റവന്യൂ, പോലീസ്, RTA അധികാരികളുടെ ടിപ്പർ ലോറി വാഹന ഉടമകളോടുള്ള നയസമീപനത്തിൽ പ്രതിഷേധിച്ച് ടിപ്പർ ലോറി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സെപ്റ്റംബർ 19 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ ഭൂമി തരംമാറ്റി കൊടുത്തിട്ടും കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത്. ഈ നിയമപ്രകാരം സ്ഥലമുടമ 1-ാം പ്രതിയാണ്. എന്നിട്ടും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥർ അവരെ സംരക്ഷിക്കുകയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കണ്ടുകെട്ടുകയും കോടിക്കണക്കിന് രൂപ പിഴ ഈടാക്കിയിട്ടും ഒരു ഭൂ ഉടമയ്ക്കുമെതിരെ പോലും കേസെടുത്തിട്ടില്ല. റവന്യൂ, പോലീസ്, RTA അധികാരികൾ ഈ മേഖലയിലെ വാഹന ഉടമകളോടും തൊഴിലാളികളോടും അനുവർത്തിച്ചു പോരുന്ന ഇത്തരം നയ സമീപനങ്ങൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ടിപ്പർ ലോറി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് തണ്ണീർത്തടമാണെങ്കിൽ അല്ലെങ്കിൽ നെൽവയലാണെങ്കിൽ എങ്ങനെ അവിടെ ഒരു ബിൽഡിംഗ് വന്നു? അതിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ടിപ്പർ ലോറി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ 19 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 വർഷം മുമ്പ് മദ്രാസ് മെയിൽ അപകടത്തിൽപ്പെട്ട കടലുണ്ടി റെയിൽവേ പാലം സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റെയിൽവേ പാളങ്ങളെ താങ്ങി നിർത്തുന്ന സ്ലീപ്പറുകളിൽ വ്യാപകമായി വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കറുകുറ്റി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ടെങ്കിലും മുൻപ് അപകടം നടന്ന കടലുണ്ടിയിൽ പരിശോധന നടന്നില്ലെന്ന ആരോപണവും ഉണ്ട്. ഇത് കടലുണ്ടി റെയിൽപാലം. വർഷങ്ങൾക്ക് മുൻപ് ഇതിലൂടെ കടന്നുപോയ മദ്രാസ് മെയിൽ അപകടത്തിൽപ്പെട്ട് 52 പേർക്ക് ജീവൻ നഷ്ടമായി. കുറുകുറ്റി ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് റെയിൽ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ കടലുണ്ടി റെയിൽപാലത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. റെയിൽപാളത്തിന്റെ സ്ലീപ്പറുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കടലുണ്ടിയിലെത്തിയത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ട്രാക്കുകളിലെ കാഴ്ച. റെയിൽപാളങ്ങളെ താങ്ങി നിർത്തുന്ന മിക്ക സ്ലീപ്പറുകളിലും വിള്ളൽ വീണിട്ടുണ്ട്. ചിലത് പൊട്ടി സിമന്റ് വേർപെടാനും തുടങ്ങി. ഗുരുതരാവസ്ഥ തന്നെയാണ്. കാരണം ഇതുമ്മലാണല്ലോ ഇപ്പോൾ റെയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്.
അതിനെന്തെങ്കിലും ചലനം പറ്റുകയാണെങ്കിൽ ആപത്ത് തന്നെയുള്ളൂ. കുറുകുറ്റിയിൽ ട്രെയിനിന് പാളം തെറ്റിയതിനെ തുടർന്ന് റെയിൽവേ സംസ്ഥാനത്തുടനീളം പാളത്തിൽ പരിശോധന നടത്തിയെങ്കിലും മുൻപ് അപകടം നടന്ന കടലുണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. പാലത്തിന് മുകളിലെ സ്ലീപ്പറിലാണ് വിള്ളൽ എന്നത് വിഷയത്തിന് ഗൌരവം വർദ്ധിപ്പിക്കുന്നു. ഇനിയൊരു അപകടം ഉണ്ടാകാൻ ഇടവരുതേ എന്നാണ് കടലുണ്ടിക്കാരുടെ പ്രാർത്ഥന. ഈ പാളത്തിൽ ഒരു അപകടം പതിയിരിപ്പുണ്ട്. അപകടത്തിന് റെയിൽവേ കാത്തിരിക്കരുത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിരകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരി, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ്ദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൌശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ. അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. പ്രതിരോധ കുത്തിവെപ്പ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന ആശയവുമായി മിഷൻ മുക്തി കർമ്മ പദ്ധതിക്ക് മലപ്പുറത്ത് തുടക്കമായി. ഇതിന്റെ പ്രചരണാർത്ഥം ഡിഫ്തീരിയയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സെപ്റ്റംബർ 9 ഹൈലൈറ്റ് മാളിൽ നടത്തും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഭീതി പടർത്തി ഡിഫ്തീരിയ രോഗം പടർന്നു പിടിക്കുകയാണ്. പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് ഇതിന് കാരണം. രോഗപ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഉടൻ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്ന ആശയവുമായി മിഷൻ മുക്തി കർമ്മ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായതായി മിഷൻ മുക്തി കൺവീനർ ഡോക്ടർ കണ്ണിയൻ ബിനൂബ് പറഞ്ഞു. ഡോക്ടർ ആഷിഖിന്റെ നേതൃത്വത്തിൽ ജമ്പിംഗ് ബ്ലാക്സ് എന്ന് പറഞ്ഞ ഡാൻസ് ടീമിന്റെ കൂടെ ഒരു ഡാൻസ് പ്രോഗ്രാമും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രൊഫഷണൽ ഒരു നാടക ടീമുണ്ട്. അവരൊരു സ്കിറ്റും പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മേധാവി, പീഡിയാട്രിക്സ് മേധാവി ഡോക്ടർ മോഹൻദാസ് നായർ സാറ് ഡിഫ്തീരിയനെ കുറിച്ചുള്ള ഒരു ഹെൽത്ത് ടോക്ക് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ജില്ലയിലും പരിപാടികൾ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 9 ഹൈലൈറ്റ് മാളിൽ D4 ഡാൻസ് ഫെയിം ഡോക്ടർ ആഷിഖിന്റെ നേതൃത്വത്തിൽ നൃത്തം, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്കിറ്റ്, ഡിഫ്തിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൊയിലാണ്ടിയിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലയിൽ മോഷണം. ഇത് 2ാം തവണയാണ് ദേശീയപാതയരികിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ മോഷണം നടക്കുന്നത്. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി.
കൊയിലാണ്ടി ദേശീയപാതയ്ക്കരികിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലയിലാണ് മോഷണം നടന്നത്. കാലത്ത് കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത്. പിറകുവശത്തെ ജനൽ കമ്പി തകർത്താവാം മോഷ്ടാക്കൾ അകത്ത് കടന്നതെന്ന് കരുതുന്നു. പ്രദേശത്ത് മുളകുപൊടിയും വിതറിയിട്ടുണ്ട്. കൊയിലാണ്ടി എസ്ഐ നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അലമാരിയിൽ സൂക്ഷിച്ച വില കൂടിയ വിദേശ മദ്യ കുപ്പികൾ കാണാതായിട്ടുണ്ട്. ഓണം അടുത്തതോടെ നല്ല വിൽപ്പന നടക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. ദേശീയപാതയിൽ ഒരു സുരക്ഷാ സംവിധാനവുമില്ലാതെ പഴയ കെട്ടിടത്തിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് മാറ്റിയ ശേഷം ഇത് രണ്ടാം തവണയാണ് മോഷണം നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. പാറന്നൂർ ഉസ്താദ് പണ്ഡിത പ്രതിഭാ പുരസ്കാരം ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർക്ക് നൽകും. സെപ്റ്റംബർ 16 നളന്ദ ഓഡിറ്റോറിയത്തിൽ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് ജില്ലാ മുസ്ലിം ഫെഡറേഷൻ റിയാദ് കമ്മിറ്റിയുടെ പ്രഥമ പാറന്നൂർ ഉസ്താദ് പണ്ഡിത പ്രതിഭാ പുരസ്കാരം ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർക്ക് നൽകാൻ തീരുമാനിച്ചു. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മതരംഗത്തെ സേവനവും പാണ്ഡിത്യവും പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. സെപ്റ്റംബർ 16 വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമസ്ത ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുരസ്കാരം സമ്മാനിക്കും. മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമുലുലൈലി എന്നിവരും സംഘടനാ നേതാക്കളും സംബന്ധിക്കുമെന്ന് SKSSF ഭാരവാഹികൾ പറഞ്ഞു. നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം വൻ തീപിടുത്തം ഒഴിവായി. പുതിയാപ്പയ്ക്ക് സമീപം പുതിയോട്ടുംകണ്ടി ചെറിയപുരയിൽ അംബുജന്റെ വീട്ടിലാണ് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് തീ പടർന്നത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് പുതിയാപ്പ പുതിയോട്ടുംകണ്ടി ചെറിയപുരയിൽ അംബുജന്റെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. വീട്ടിനകത്ത് പ്രവർത്തനക്ഷമമായ നിലയിലുള്ള ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത്. തുടർന്ന് മുറിയിലാകെ പുക നിറഞ്ഞു. ഫാനടക്കമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും കത്തിയമർന്നു. 2.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ശ്രീശൈലം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാമകൃഷ്ണൻ സി. ഏകദേശം 8 മണിയോടുകൂടി ചെറിയപുരയിൽ അമ്മജൻ എന്ന അവരുടെ ആളുടെ വീട്ടിൽ വെച്ചിട്ട് ആ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിക്കുകയുണ്ടായി. ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകൾ കൂടിയിരുന്നുകൊണ്ട് അതിനെ തീയണച്ചുകൊണ്ടാണ് ഇവിടെ സംഭവം അറിഞ്ഞ് ഓടിയെത്തിയ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൃദ്യമായ ഒളിമ്പിക്സ് ഓർമ്മകളുമായി കായിക ലേഖകർ കമാൽ വരദൂർ, മനോജ് തെക്കേടത്ത്, ഫിറോസ് ഖാൻ, വിശ്വൻ എന്നിവർ ബ്രസീലിലെ അനുഭവങ്ങൾ പ്രസ് ക്ലബിൽ നൽകിയ സ്വീകരണത്തിൽ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. കോഴിക്കോട്ടുകാരായ 5 പേരാണ് ഇത്തവണ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യാനായി പോയത്. കമാൽ വരദൂർ, മനോജ് തെക്കേടത്ത്, ഫിറോസ് ഖാൻ, വിശ്വൻ എന്നിവർക്ക് കോഴിക്കോട് പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി. ഹൃദ്യമായ കാഴ്ചകളാണ് ബ്രസീലിന്റെ പ്രത്യേകതയെന്ന് കമാൽ വരദൂർ ഓർമ്മിച്ചു. ഒരു മേള നടത്തിപ്പ് എങ്ങനെയെന്ന് ബ്രസീലിനെ കണ്ടുപഠിക്കണമെന്നും അത്രയ്ക്കും നല്ല രീതിയിൽ 100% വീഴ്ചകളില്ലാതെയാണ് ഒളിമ്പിക്സ് സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അവിടുത്തെ ഈ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോഴാണ്, അതായത് നിങ്ങൾക്കറിയാം ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കാൾ വലിയ 3 ഇരട്ടി വലുപ്പമുള്ള രാജ്യമാണ്, വലിയ രാജ്യമാണ്. പക്ഷെ അവര് ഈ റിയോ സിറ്റിയിലും പ്രാന്തങ്ങളിലുമായിട്ടാണ് ഒളിമ്പിക്സ് മത്സരവേദികളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവര് വളരെ കൃത്യമായിട്ട് അത് നമ്മുടെ സംഘാടകരോടും കായിക സംഘാടകരോടും നമുക്കൊക്കെ പാഠമുള്ളൊരു കാര്യമാണ്. കാരണം ആഘോഷങ്ങളുടെ നഗരമാണ് ബ്രസീൽ എന്ന് മനോജും, വേഗതയേറിയ ഈ യുഗത്തിൽ സ്പോർട്സ് റിപ്പോർട്ടിംഗിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് വായനക്കാരിൽ എത്തിച്ചുവെന്ന് ഫിറോസ് ഖാനും, 204 രാജ്യങ്ങളിലുള്ളവർ ഒരു നഗരത്തിൽ ഒത്തുചേരുക എന്ന പ്രത്യേകതയാണ് കായികമേളയേക്കാൾ തന്നെ ആകർഷിച്ചതെന്ന് വിശ്വനും പറഞ്ഞു. അല്ലെങ്കിൽ 204 രാജ്യങ്ങളിലുള്ള മനുഷ്യർ ഒരുമിച്ച് ഒരു നഗരത്തിലെത്തുന്നു എന്നതാണ് ഈ ഒളിമ്പിക്സിന്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നില്ല മറ്റെന്തെങ്കിലും വേദിയിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മേള അല്ലെങ്കിൽ ലോകമേള നടക്കുമ്പോൾ ആ രീതിയിൽ ആളുകൾ ഒരുമിച്ചെത്തും എന്നൊരു തോന്നുന്നില്ല. പ്രസ് ക്ലബിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ്, വൈസ് പ്രസിഡന്റ് EP മുഹമ്മദ് എന്നിവരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ.
25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരീസ്, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. മതവിശ്വാസം മറ്റുള്ളവർക്ക് മുന്നിലെ പ്രകടനങ്ങളാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. പ്രകടനങ്ങൾക്കപ്പുറം ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസമാണ് മദർ തെരേസയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മദർ തെരേസയുടെ തിരുശേഷിപ്പുമായി നടത്തിയ പ്രയാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധ പദവിയിലെത്തിയ മദർ തെരേസയ്ക്ക് കോഴിക്കോട് രൂപതയുടെ ആദരം. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയായി മാറിയ മദർ തെരേസയുടെയും വിശുദ്ധ മരിയ എലിസബത്ത് ഹെസൽബ്ലാഡിന്റെയും വിശുദ്ധ പദവി ആഘോഷം നഗരത്തിൽ നടന്നു. വെസ്റ്റ് ഹിൽ അത്താണിക്കൽ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റബിൾ കോൺവെന്റിൽ നിന്നും വിശുദ്ധ മരിയ എലിസബത്ത് ഹെസൽബ്ലാഡ് സ്ഥാപിച്ച ഇന്ത്യയിലെ പ്രഥമ ബ്രിജിറ്റിയൻ കോൺവെന്റായ മേരിക്കുന്ന് കോൺവെന്റിൽ നിന്നും തിരുശേഷിപ്പ് ഛായാചിത്രപ്രയാണം ആരംഭിച്ചു. ബൈക്കുകളിലും കാറുകളിലുമായുള്ള ഛായാചിത്രപ്രയാണം സിറ്റി സെന്റ് ജോസഫ് പള്ളിയിൽ സംഗമിച്ച് മദർ ഓഫ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സിസ്റ്റർ വിനയ, ബ്രദർ മാർട്ടിൻ എന്നിവർ ജീവചരിത്ര വിവരണം അവതരിപ്പിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരുണ്യത്തിന്റെ മഹാവെളിച്ചം പ്രപഞ്ചം മുഴുവൻ നൽകാൻ സാധിച്ച വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ജന്മമായിരുന്നു അമ്മയുടേതെന്ന് നമുക്കൊക്കെ അറിയാം. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കലക്കൽ ആമുഖ ഭാഷണം നടത്തി. ഫെറോന വികാരി ഫാദർ ആന്റണി MH നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഡോക്ടർ വർഗീസ് ചക്കലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുശേഷിപ്പ് വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി മദർ ഓഫ് കത്തീഡ്രൽ സ്ഥാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണനാളുകളിൽ നഗരത്തിന് വായനയുടെ വസന്തം സമ്മാനിക്കാനായി പുസ്തകോത്സവങ്ങൾ സജീവം. വിലക്കിഴിവും ആകർഷകമായ ഓഫറുകളുമാണ് വിവിധ പ്രസാധകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവോണമെടുത്തതോടെ പൂക്കളങ്ങൾക്കൊപ്പം പുസ്തകങ്ങളും വീട്ടകങ്ങളെ അലങ്കരിക്കാനൊരുങ്ങുകയാണ്. വിവിധ പ്രസാധകരുടെ പുസ്തകോത്സവങ്ങൾ നഗരത്തിൽ ആരംഭിച്ചു. പുസ്തകപ്രേമികൾക്ക് വായനയുടെ സദ്യയൊരുക്കുകയാണ് മുതലക്കുളത്ത് ആരംഭിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകോത്സവം. ചരിത്ര പുസ്തകങ്ങളും ശാസ്ത്ര പുസ്തകങ്ങളും ലോക ക്ലാസിക്കുകളും ബാലസാഹിത്യവുമെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പരിഷത്ത് പുസ്തകങ്ങൾക്ക് പുറമെ നാഷണൽ ബുക്സ് ട്രസ്റ്റ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, DC ദേശാഭിമാനി, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, മാതൃഭൂമി, ചിന്ത, പ്രഭാത്, ഹരിതം തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങളും മേളയിലുണ്ട്. പരിഷത്ത് പ്രസിദ്ധീകരിച്ച പ്രകൃതിയും മനുഷ്യനും, ഗണിത കൗതുകം, വായിച്ചാലും തീരാത്ത പുസ്തകം തുടങ്ങിയ പുസ്തകങ്ങൾക്കൊപ്പം DC ബുക്സ് പ്രസിദ്ധീകരിച്ച ചന്തുമേനോന്റെ ശാരദ മുതൽ ഗദിജ മുംതാസിന്റെ ആദരം വരെയുള്ള നോവലുകളുമുണ്ട്. പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിച്ച മാക്സിം ഗോർക്കിയുടെ അമ്മ നോവലിന്റെ 8ാം പതിപ്പാണ് മറ്റൊരു ശ്രദ്ധേയമായ പുസ്തകം. ടോൾസ്റ്റോയുടെ നികിതയുടെ ബാല്യം, മറ്റൊരു കേരളം, സാന്നിധ്യമാണ് തുടങ്ങിയവയുമുണ്ട്. നാരായണന്റെ തെരഞ്ഞെടുത്ത കഥകളാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ പ്രധാന പുസ്തകം. പുസ്തകങ്ങൾക്ക് പുറമെ പരിഷത്തിന്റെ വിവിധ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട്. മേള മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പല കാര്യത്തിലും നമുക്ക് വേണ്ടത്ര ശാസ്ത്രബോധം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ കൂടുതൽ പുസ്തകം മാത്രമല്ല ഇവിടെയുള്ളത്. പരിഷത്തുമായി ബന്ധപ്പെട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ്. M. രാംദാസ് അധ്യക്ഷനായിരുന്നു.
ഡോക്ടർ എ അച്യുതൻ, എൻ ശാന്തകുമാരി, കെ പ്രഭാകരൻ, സി പ്രേമരാജൻ, എം പ്രദീപൻ, ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. മേള 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പോർട്സ് ഫെഡറേഷനെ നിയന്ത്രിക്കേണ്ടത് ആ രംഗത്തു തന്നെയുള്ള പ്രമുഖർ ആയിരിക്കണമെന്ന് MK രാഘവൻ MP. സ്പോർട്സ് മെഡിസിനിൽ സെമിനാർ കോഴിക്കോട്ട്. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ തെളിവാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കടലുണ്ടി റെയിൽവേ പാലം സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ. കറുകുറ്റി പശ്ചാത്തലത്തിൽ കടലുണ്ടിയിലും പരിശോധന നടന്നില്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.